നമസ്കാരം. കെ ബാബുവിന് MLA ആയി തുടരാം. ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. തൃപ്പൂണിത്തുറ നിയമസഭാ തെരഞ്ഞെടുപ്പ് കേസിൽ ഹൈക്കോടതി വിധി കെ ബാബു MLAക്ക് അനുകൂലം. കെ ബാബുവിന്റെ വിജയം അസാധുവാക്കണമെന്നും തന്നെ വിജയിയായി പ്രഖ്യാപിക്കണമെന്നും ആവശ്യപ്പെട്ട് സ്വരാജ് നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. ജസ്റ്റിസ് PG അജിത് കുമാർ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റേതാണ് വിധി. ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലെത്തിയിട്ട് 3 വർഷം പൂർത്തിയാകാനിരിക്കെയാണ് തെരഞ്ഞെടുപ്പ് കേസിലെ ചരിത്രപരമായ വിധി. അയ്യപ്പന്റെ ചിത്രം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിച്ചത് ജനപ്രാതിനിധ്യ നിയമത്തിന് വിരുദ്ധമാണ് എന്നാണ് LDF സ്ഥാനാർത്ഥിയായിരുന്ന സ്വരാജ് വാദിച്ചത്. ബാബുവിനെതിരായ ആക്ഷേപം തെളിയിക്കാൻ കഴിഞ്ഞില്ലെന്ന് ഹൈക്കോടതിയുടെ വിലയിരുത്തലുണ്ട്. വോട്ടർമാർക്ക് മതചിഹ്നമുള്ള സ്ലിപ്പ് നൽകി എന്നതിന് തെളിവില്ല. സാക്ഷിമൊഴികൾ മാത്രമായി പരിഗണിക്കാൻ കഴിയില്ല. സാക്ഷിമൊഴികളെ സാധൂകരിക്കുന്ന തെളിവുകളൊന്നുമില്ലെന്നും കോടതി വ്യക്തമാക്കി. 2021 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായിരുന്ന കെ ബാബു വിജയിച്ചതും LDF സ്ഥാനാർത്ഥിയായിരുന്ന സ്വരാജ് തോറ്റതും കേവലം 992 വോട്ടുകൾക്കായിരുന്നു. ശബരിമല സ്ത്രീ പ്രവേശന വിഷയം UDF പ്രചാരണ ആയുധമാക്കിയ തെരഞ്ഞെടുപ്പിൽ കെ ബാബുവിന്റെ വിജയം ഹൈക്കോടതി കയറി. കെ ബാബുവിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണവും വിജയവും നിയമവിരുദ്ധമാണെന്നാണ് സ്വരാജ് വാദിക്കുന്നത്. തിരഞ്ഞെടുപ്പ് സമയത്ത് വീടുകളിൽ വിതരണം ചെയ്ത സ്ലിപ്പിൽ സ്ഥാനാർത്ഥിയുടെ ചിഹ്നത്തിനൊപ്പം അയ്യപ്പന്റെ ഫോട്ടോയും വെച്ചു. കെ ബാബു തോറ്റാൽ അയ്യപ്പൻ തോൽക്കുന്നതിന് തുല്യമാണെന്ന പ്രചാരണം UDF തൃപ്പൂണിത്തുറയിൽ നടത്തിയെന്നും മതത്തെ ഉപയോഗിച്ച് പ്രചാരണം നടത്തിയത് ജനപ്രാതിനിധ്യ നിയമത്തിന്റെ ലംഘനമാണെന്നും സ്വരാജ് തന്റെ ഹർജിയിൽ പറഞ്ഞിരുന്നു. അയ്യപ്പന്റെ ചിത്രം പതിച്ച വോട്ടർ സ്ലിപ്പ് ഉൾപ്പെടെയുള്ള പ്രചാരണ സാമഗ്രികളും സ്വരാജ് തെളിവായി ഹൈക്കോടതിയിൽ ഹാജരാക്കിയിരുന്നു.